ഹായ് മൈ ഡിഫൻസ്. ഒരിക്കലും ഒരു രാജസ്ഥാനിലെ ഒരു സുഹൃത്ത് എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ അദ്ദേഹം ജീവിതത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. എനിക്ക് എപ്പോഴും പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ആണ്, അത് പരിഹരിച്ച് നല്ലൊരു ജീവിതം ഉണ്ടാവുന്നില്ല എന്നുള്ള എപ്പോഴും ദുഃഖിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഒരിക്കലും എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു പണ്ഡിതൻ വരുന്നത്, ആ ഡെസേർട്ടിൻ്റെ അടുത്തൊരു പണ്ഡിതൻ വരികയാണ്. അപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു ഇന്ന് എന്ത് ചെയ്യണം, ആ പണ്ഡിതനെ എന്ത് ചെയ്യണം, പോയി കാണണം, കണ്ടിട്ട് ഇതിനൊരു പരിഹാരം തേടണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹം പണ്ഡിതൻ്റെ അടുത്ത് എത്തുകയാണ്. ഈവനിങ് ആകുമ്പോൾ അദ്ദേഹം പണ്ഡിതനോട് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമാണ്, ഇതിനൊരു പരിഹാരം എങ്ങനെ നേടാൻ പറ്റും. അങ്ങനൊരു നിമിഷം അദ്ദേഹം ചിന്തിച്ചതിന് ശേഷം പറയുന്നുണ്ട്, എനിക്ക് ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ എന്ത് ചെയ്യാം, നാളെ പറഞ്ഞുതരാം, നാളെ ഈ മോർണിംഗ് പറഞ്ഞുതരാം, പക്ഷേ എനിക്ക് വേണ്ടി നീ ഒരു ഹെൽപ്പ് ചെയ്യണം, ഇന്ന് രാത്രി എനിക്ക് വേണ്ടി നീ ഒരു ഹെൽപ്പ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം ശരി സന്തോഷവാനായി, കാരണം ഒരു ഹെൽപ്പ് ചെയ്യാം, നമുക്ക് നാളെ ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടുമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് എനിക്ക് വേണ്ടത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് രാത്രി എൻ്റെ 100 ഒട്ടകങ്ങളുണ്ട്, ആ 100 ഒട്ടകങ്ങളെ നീ എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം, അതിൽ 100 ഒട്ടകങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യാം, പോയി കിടന്നുറങ്ങാം, എന്നിട്ട് രാവിലെ എന്ത് ചെയ്താൽ മതി, എൻ്റെ അടുത്ത് വന്ന് നിന്റെ പ്രശ്നം പറഞ്ഞോട് കൂടി ഞാൻ എന്ത് ചെയ്യാം, അതിന് പരിഹാരം പറഞ്ഞുതരാം. അങ്ങനെ അദ്ദേഹം ഈ ഒരു എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന ഈ വ്യക്തി എന്ത് ചെയ്യാണ്, സന്തോഷത്തോടു കൂടി ഒട്ടകങ്ങളെ നോക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അദ്ദേഹം ഒട്ടകങ്ങൾ നോക്കാൻ വേണ്ടി പോയി രാവിലെ അദ്ദേഹം ചെയ്യുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹം തിരിച്ച് പണ്ഡിതൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ പണ്ഡിതൻ ചോദിക്കുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഉറക്കം, നന്നായിട്ട് ഉറങ്ങിയോ? അപ്പോൾ പണ്ഡിതനോട് പറയുന്നുണ്ട്, എനിക്കൊരു സെക്കൻഡ് പോലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എന്താണ് സംഭവിച്ചത്? അദ്ദേഹം പറയാണ്, ഒട്ടകങ്ങളൊന്നും ഇതില്ല, ആരും പൂർണ്ണമായിട്ടും ഉറങ്ങിയ അല്ലെങ്കിൽ കിടന്ന് ഇരുന്ന ഒരു സമയം ഉണ്ടായിരുന്നില്ല ആളാണ്. അപ്പൊ പണ്ഡിതൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണ് സംഭവിച്ചത്. ചില ഒട്ടകങ്ങൾ അവ ഓട്ടോമാറ്റിക്കായിട്ട് അവർ സ്വയം ഇഷ്ടം എന്ത് ചെയ്യുന്നുണ്ട്, ചില ഒട്ടകങ്ങൾ ഇരിക്കുന്നു, ചില ഒട്ടകങ്ങൾ നിന്റെ എഫേർട്ട് പ്രകാരം എന്ത് ചെയ്യുന്നു, ചില ഒട്ടകങ്ങൾ ഇരിക്കുന്നതായിട്ടുണ്ട്, ചില ഒട്ടകങ്ങൾ ഇനി എത്ര എഫേർട്ട് എടുത്തിട്ടും നീ ശ്രമിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ലേ, ഇരിക്കാത്ത ചില ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നോ ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയാണ്, അതേ കറക്റ്റ്, അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് തന്നെയാണ് നിന്റെ ജീവിതത്തിൽ നീ സംഭവിക്കുന്നത്, നിന്റെ പ്രശ്നങ്ങൾ നീ പറയുന്ന കാര്യങ്ങളും ഇത് സെയിം തന്നെയാണ്. കാരണം ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ അങ്ങനെയാണ്, അത് സ്വയം എന്ത് ചെയ്യും, മാറിക്കൊള്ളും. ചില പ്രോബ്ലംസ് എന്ന് പറയുന്നത് നിന്റെ എഫേർട്ട് മൂലം എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. ചില പ്രശ്നങ്ങളുണ്ട് നീ എത്ര എഫേർട്ട് എടുത്താലും നീ എത്ര അതിനുവേണ്ടി പരിശ്രമിച്ചാലും മാറാത്ത ജീവിതത്തിൽ കൂടെ വരുന്ന പ്രശ്നങ്ങളുണ്ട്. അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, നിന്റെ ജീവിതത്തിന്റെ ജീവിതത്തിന് മുന്നോട്ടുള്ള വളർച്ചകൾ ഒരു തടസ്സമാവേണ്ട കാര്യങ്ങളല്ല ഈ പ്രശ്നങ്ങൾ. പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇതേ രീതിയിൽ ഈ 3 കാര്യങ്ങൾ എങ്ങനെ സംഭവിച്ചോ, ഈ ഒട്ടകങ്ങൾ 3 രീതിയിൽ എങ്ങനെ ഉറങ്ങുന്നോ ഉറങ്ങാതിരിക്കുന്നു, അതുപോലെ ചിലത് ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവുകയും ചിലത് നമ്മുടെ എഫേർട്ട് മൂലം ശരിയാവുകയും ചിലത് ഒരിക്കലും ശരിയാവാത്ത മാറാത്ത പ്രശ്നങ്ങളുണ്ടാവും. മാറാത്ത പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയോ വളർച്ചയോ യാത്രയോ ഒരിക്കലും തടസ്സപ്പെടുന്നതാവില്ല. ഓക്കെ, അപ്പം പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ എപ്പോഴും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചും മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. അതേസമയത്ത് എപ്പോഴും പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമായിട്ട് തോന്നുന്നതാണ്. അപ്പം എപ്പോഴും സൊല്യൂഷൻ ചിന്തിച്ച് വളർച്ച ചിന്തിച്ച് മുന്നിൽ വിജയം കണ്ട് പോസിറ്റീവായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഈ ഒരു രാജസ്ഥാന്റെ ഈ ഈവനിങ് മരുഭൂമിയിൽ നിങ്ങൾക്ക് ഞാൻ എന്താണ് ഒരു നിർദ്ദേശം നൽകുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. ബൈ.